ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങളെ, ഭയങ്കര മഴ. ഒരു ഗ്യാപ്പ് നോക്കി ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ കേരളത്തിലുള്ളവരൊക്കെ മനസ്സിലാവും, വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പല കാലാവസ്ഥയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കുന്നു കേട്ടോ, പ്രാർത്ഥനയിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ വിശേഷങ്ങളില്ല കേട്ടോ. ഒരു സാക്ഷ്യം വായിക്കാം. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ധന്യ, ഞാൻ അങ്കമാലിയിൽ നിന്നാണ്. ഞാൻ കുറേ നാളായിട്ട് ഈ ജർമ്മൻ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കാം. പ്രാവശ്യം വിസ റിജക്റ്റ് അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. 3-ാം പ്രാവശ്യം വിസയ്ക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അച്ഛന് ടോക്ക് അയച്ചു തന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. കൊന്തയിലും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഞാൻ അത് സ്ഥിരം വചനം വായിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു അന്ന് മുതൽ ഞാൻ ഈ അച്ഛൻ്റെ ടോക്ക് സ്ഥിരമായിട്ട് അങ്ങോട്ട് കേൾക്കാനും അച്ഛൻ്റെ 1009-ാമത്തെ ടോക്ക് ദിവസം 9 പ്രാവശ്യം കേൾക്കാനും തുടങ്ങി. 11-ാം തീയതിയാണ് എനിക്ക് ഫ്രണ്ട് അയച്ചു തന്നത്, അത് ഈ ടോക്ക് അയച്ചു തന്നത്. ഞാൻ അന്ന് മുതൽ അച്ഛൻ്റെ പഴയ ടോക്കുകളെല്ലാം എടുത്ത് കേൾക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതിലൊരു ടോക്കിൽ അച്ഛൻ പറഞ്ഞു, കാര്യം നടക്കുന്നത് കണ്ട് പ്രാർത്ഥിക്കാം, അത് വിശ്വാസത്തിൽ കണ്ട് പ്രാർത്ഥിക്കാം. അന്ന് മുതൽ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതായി കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുമായിരുന്നു. 16-ാം തീയതി വിസ വരികയും ചെയ്തു. എനിക്ക് കർത്താവ് അനുഗ്രഹം പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ 100 കണക്കിന് സാക്ഷ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനത്തെക്കുള്ള ഇടയ്ക്ക് ഒരു 50 എണ്ണൊക്കെ വരുമ്പോൾ അതിനകത്തൊന്ന് ഒരെണ്ണമാണ് എടുത്ത് വായിക്കുന്നത് കേട്ടോ. കാരണം പല സാക്ഷ്യങ്ങൾ വായിക്കാനുള്ളത് കൊണ്ടേ. എനിവേ, ഞാൻ പറഞ്ഞത് നമുക്കെന്താ വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സം മാറും, ദൈവം ഇടപെടും. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തായാലും ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഹെബ്രായർ 7:25 ആരുമില്ലേലും എന്തിനാ വിഷമിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തലക്കെട്ട്. ആ അർത്ഥത്തിലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. എഴുതി വെച്ച് പെട്ടെന്ന് എന്തായാലും ഓർക്കുന്നില്ല, ഇതേപോലത്തെ തലക്കെട്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഹെബ്രായർ 7:25 വചനം പഠിപ്പിക്കുകയാണ്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അവൻ എന്നേക്കും ജീവിക്കുന്നവനായ അവിടുന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലൂടെയാണ് എല്ലാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു തരാം, ആരോക്കോട്ടി എന്ന് പറയാം, പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിലാണ് എല്ലാം നൽകപ്പെടുന്നത്. യോഹന്നാൻ 14:14 നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് അല്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ പ്രവർത്തിക്കും, പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കും അല്ലേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ചെയ്തു തരും. യോഹന്നാൻ 15:16 ഇതുമാത്രം വചനങ്ങളാണ് കിടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് യേശുവിലൂടെയാണ്, യേശുവാണ് ഏക മധ്യസ്ഥൻ. യേശുവിലൂടെയാണ് ഒരു വ്യക്തി തൻ്റെ ആത്മാവിൻ്റെ രക്ഷയൊക്കെ നേടിയെടുക്കുന്നത്. ഭൗതികമായ അനുഗ്രഹങ്ങൾ ത്രൂ ജീസസാണ്, യേശു വഴിയാണ്, ഈശോ വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. സംശയമാണ്. എന്നിട്ട് പറയാം, എന്നേക്കും ജീവിക്കുന്നവനായ അവിടുന്ന്, മരണമില്ലാത്തവൻ അല്ലേ, എന്നേ ഉയർത്തെഴുന്നേറ്റവൻ, എന്നേക്കും ജീവിക്കുന്നവനായ അവിടുന്ന്, അവൻ നമ്മളീ പ്രാർത്ഥിക്കുന്ന ഈശോയിലൂടെ ദൈവത്തെ തേടുന്ന ഒരനുഗ്രഹം ചോദിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു അല്ലേ. അതുകൊണ്ട് യോഹന്നാൻ 17 നമുക്കുള്ള ഈശോ മധ്യസ്ഥം വഹിക്കുകയാണ്, സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുകയാണ് അല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല, ഞാൻ ഏതായാലും ഉണ്ട്. ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിലും ഈശോ അല്ലേ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വിഷമിക്കരുത് കേട്ടോ. നിങ്ങൾ പുറകോട്ട് പോകരുത്, നിങ്ങൾ തളർന്ന് പോകരുത്. അതുപോലെ തന്നെ എന്താ പറയണത്, ഈശോ നമ്മൾ രക്ഷിക്കും. ഈശോയിലൂടെയാണ് രക്ഷ. അതെല്ലാ രക്ഷയും. ഈശോ സമഗ്ര വിമോചകനാണ്. അതുകൊണ്ടാണ് ഭൗതിക വിസയുടെ തടസ്സം മാറുന്നു. അതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളാണ്. ആത്മാവിൻ്റെ നിത്യരക്ഷയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധൈര്യമായിരിക്കണം കേട്ടോ. ഹെബ്രായർ 7:25 അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം, കൃപ എല്ലാവർക്കും കൊടുത്തതിന് ഓർത്ത് നന്ദി പറയുന്നു. ഈ വചനം അനേകരെ ശക്തിപ്പെടുത്തട്ടെ, അനേകരെ ബലപ്പെടുത്തട്ടെ എന്ന് ആശീർവദിക്കുന്നു. എല്ലാ ദുഷ്ടാരികളും ഉപദ്രവങ്ങളും പൈശാചിക പീഡകളും ശല്യങ്ങളെ ബാധകളെ ഭൂതങ്ങളെ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിലുള്ള ഞാഠ്യപ്പായിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, മനസ്സറിഞ്ഞിപ്പോൾ ബ്ലെസ് ചെയ്യാണ്. എൻ്റെ ദൈവമേ, നാളുകളായിട്ട് വിസ ഇങ്ങനെ എത്ര കൊടുത്താൽ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നവരുടെ കണ്ണുനീര്, പ്രാർത്ഥന, വിശ്വാസം, അവരുടെ സൽകൃത്യങ്ങൾ എല്ലാം അവിടുന്ന്, അവർ സ്വീകരിച്ചിരിക്കുന്ന കൂദാശകളെല്ലാം അവിടുന്ന് ഓർക്കണമേ. യേശുവിൻ്റെ നാമത്തെ തടസ്സം വിട്ടുപോട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു.
അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് യേശു നാമത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സം എന്ത് തന്നെയാണെങ്കിലും കാരണം എന്തുപോലെ യേശു നാമത്തിൽ വിട്ടുപോട്ടെ. കൃപ നിങ്ങളെ താങ്ങട്ടെ. നമ്മുടെ കർത്താവ് ശിവശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൊണ്ടായിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.